പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പ്രഭാഷണ പരമ്പരകൾ നടന്നു വരുന്ന നമ്മുടെ ഈ ചാനലിൽ ഇന്ന് കുംഭകർണനെ കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണ്. ഇത് നമുക്കിവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ഗീത രവി ആണ്. ഗീത ചേച്ചിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ പ്രിയമിത്രങ്ങളും ഇത് കേൾക്കണം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ. നമസ്തേ പ്രിയ സജ്ജനങ്ങളെ, കർണാമൃതം ഒരു ദേവതാ സംഗമം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുംഭകർണനെ കുറിച്ച് ചില ചെറിയ വിവരണവുമായാണ് ഞാൻ എത്തുന്നത്. ഇന്ന് നമുക്കറിയേണ്ട രാവണ കുംഭകർണന്മാർ ആരായിരുന്നുവെന്ന്. ഇവർ ഭഗവാന്റെ ദ്വാരപാലകന്മാരായ ജയവിജയന്മാർ ആയിരുന്നു. ഒരിക്കൽ സനകാദി മഹർഷിമാർ ഭഗവാനെ ദർശിക്കാൻ എത്തിയപ്പോൾ ഈ ദ്വാരപാലകന്മാരായ ജയവിജയന്മാർ അവരെ തടയുകയും അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ അവർക്ക് കോപമുണ്ടാവുകയും അവർ ഭഗവാനെ ഈ ജയവിജയന്മാരെ ശപിക്കുകയും ചെയ്തു. നിങ്ങൾ 3 ജന്മങ്ങളിൽ അസുരന്മാരായി ജന്മമെടുക്കട്ടെ എന്ന് ശപിച്ചു. ആദ്യം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായി അവർ ഭൂമിയിൽ ജന്മമെടുത്തു. അതിനുശേഷം അടുത്ത ജന്മത്തിൽ അവർ ശിശുപാലനും ദന്തവക്ത്രനുമായി ജനിച്ചു. അതിനുശേഷം അടുത്ത 3ാമത്തെ ജന്മമാണ് രാവണനും കുംഭകർണനും. ഹൈന്ദവ ഇതിഹാസമായ രാമായണത്തിലെ ഒരു രാക്ഷസനായ കുംഭകർണൻ രാക്ഷസ രാജാവായ രാവണൻ്റെ നേരെ ഇളയ സഹോദരനാണ്. അതിബൃഹത്തായ ശരീരവും ഒരിക്കലും തീരാത്ത വിശപ്പും കൊണ്ട് നടക്കുന്ന കഥാപാത്രമായ കുംഭകർണൻ തൻ്റെ ശക്തി പ്രകടനത്തിൻ്റെ ഭാഗമായി പല ഹൈന്ദവ സന്യാസിമാരെയും കൊന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു നല്ല വ്യക്തിത്വമായാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഒരിക്കൽ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വരം ആവശ്യപ്പെട്ട സമയത്ത് സരസ്വതി ദേവിയാൽ കുംഭകർണൻ്റെ നാവ് കെട്ടിയിടപ്പെട്ടു. അതിനാൽ ഇന്ദ്രൻ്റെ ഇന്ദ്രാസനം ആവശ്യപ്പെടായിരുന്ന കുംഭകർണൻ്റെ നാവിൽ നിന്നും നിദ്രാസനം അഥവാ അനന്തമായ ഉറക്കം എന്ന ആവശ്യമാണ് പുറത്തു വന്നത്. ഉടനെ ബ്രഹ്മാവ് വരം നൽകുകയും ചെയ്തു. എന്നാൽ ഇതറിഞ്ഞ രാവണൻ സത്യത്വശാപമായ ഈ വരം തിരിച്ചെടുക്കാൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ കുംഭകർണൻ്റെ 6 മാസം ഉറങ്ങുകയും അടുത്ത 6 മാസം തീരാത്ത വിശപ്പുമായി മനുഷ്യരടക്കം മുന്നിൽ കാണുന്ന എന്തിനേയും തിന്നു തീർക്കുകയും ചെയ്യുന്ന രാക്ഷസനായി. കുംഭകർണനെ നാം എല്ലാം അറിയും അല്ലേ? മുഴുവൻ സമയ ഉറക്കക്കാരനായ ഉണർന്നിരിക്കുന്ന ആ ഒരേ ഒരു ദിവസം വെറും തീറ്റഭ്രാന്തനായ രാമായണത്തിലെ തടിയൻ രാക്ഷസ കഥാപാത്രം. വേണമെങ്കിൽ കൂട്ടത്തിൽ മറ്റൊന്നുകൂടി പറയാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തുപയോഗിക്കുന്ന ഒരു പേരും കൂടിയാണ് ഈ കുംഭകർണൻ. അവൻ അകത്ത് കുംഭകർണ സേവ തുടങ്ങിയല്ലോ. നീ എന്താടാ കുംഭകർണൻ്റെ അനിയനോ മറ്റോ ആണോ? എൻ്റെ അമ്മോ, നോക്കടാ, അവൻ്റെ തീറ്റ കണ്ടോ? ഒരുമാതിരി കുംഭകർണനെ പോലെ. ഇങ്ങനെ ചില പല രീതിയിലുള്ള വാക്പ്രയോഗങ്ങൾ. പക്ഷേ അവയൊന്നും അത്ര നല്ല അർത്ഥങ്ങളിൽ അല്ല എന്ന് മാത്രം. എന്നാൽ ഈ രീതിയിൽ അവഹേളിക്കപ്പെടേണ്ട ഒരു കഥാപാത്രമാണോ ശരിക്കും ഈ കുംഭകർണൻ? അതിനപ്പുറം എന്തെങ്കിലും നല്ല വശങ്ങൾ ഈ രാക്ഷസനുണ്ടോ? ഉള്ളിൽ തോന്നിയ ആ സംശയത്തിൽ രാമായണത്തിലെ യുദ്ധകാന്ഡം പല ആവർത്തി വായിച്ചു. വായനകൾ വെറുതെ ആയില്ല എന്ന് തന്നെ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ വെറും ഉറക്കക്കാരനായ ഒരു തടിയൻ മാത്രമല്ല കുംഭകർണൻ. അതിനപ്പുറം ധർമ്മിഷ്ഠനായ, അതിബലവാനായ, രാമഭക്തനായ, ഭ്രാതൃസ്നേഹിയായ, പ്രജാക്ഷേമ തൽപരനായ, സ്ത്രീകളെ ബഹുമാനത്തോടെ മാത്രം കാണുന്ന
ഒരു രാക്ഷസ രാജാവായിരുന്നു, അഥവാ രാജകുമാരനായിരുന്നു. എനിക്കറിയാം നിങ്ങളിൽ പലർക്കും ഈ വാദത്തോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ വാദഗതിയെ നമുക്ക് വിശദമായി തന്നെ കാണാം. 5 തലങ്ങളിൽ അഥവാ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇവിടെ വന്ന് കുംഭകർണനെ വിശകലനം നടത്തുന്നത്. രാമായണ യുദ്ധസമയത്ത് രാവണൻ ശ്രീരാമനാലും രാമസേനയാലും അപമാനിക്കപ്പെട്ടു. തൻ്റെ സഹോദരൻ്റെ സാന്നിധ്യം ആവശ്യമാണെന്ന് തോന്നിയ രാവണൻ വളരെയധികം ക്ലേശിച്ചാണ് ഉറക്കത്തിലായിരുന്ന കുംഭകർണനെ ഉണർത്താൻ ഉത്തരവിടുന്നു. പ്രശ്നമാ പെട്ടെന്നുണരുന്ന പ്രകൃതമല്ല. ആനയെ കൊണ്ട് ചിഹ്നം വിളിപ്പിച്ചു, ചെവിക്ക് സമീപം 101 കതിന പൊട്ടിച്ചു, എവിടെ ഒരനക്കവുമില്ല. അവസാനം കുംഭം കണക്കെ രക്തവും മദ്യവും ഒരുക്കുകയും ആ ഗന്ധം ഏറ്റ് കുംഭകർണൻ എഴുന്നേൽക്കുകയും ചെയ്യുന്നു. ആഹാരശേഷം രാവണനെ കണ്ട് സീതാദേവിയെ തിരികെ കൊടുക്കാൻ ഒരിക്കൽ കൂടി ഉപദേശിച്ചെങ്കിലും ആ ഉപദേശം വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന് ബോധ്യമായപ്പോൾ യുദ്ധമുഖത്തേക്ക് യാത്രയായി. കുംഭകർണൻ്റെ വരവ് കണ്ട വിഭീഷണൻ അദ്ദേഹത്തെ വണങ്ങുകയും തൻ്റെ നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. വിഭീഷണനെ അനുഗ്രഹിച്ച് കുംഭകർണൻ യുദ്ധത്തിന് തയ്യാറാകുന്നു. യുദ്ധം തുടങ്ങി തന്നെ എതിർത്ത സുഗ്രീവനെ ശൂലം കൊണ്ട് കുത്തി ബോധം കെടുത്തിയതിന് ശേഷം തൂക്കിയെടുത്തുകൊണ്ട് ആ രാക്ഷസൻ ലങ്കയിലേക്ക് യാത്രയായി. ലങ്കയിൽ സുഗ്രീവനുമായി ചെന്ന കുംഭകർണനെ എല്ലാവരും സ്വീകരിക്കുന്നു. പനിനീരും കളഭവും വെച്ച് അഭിഷേകം ചെയ്യുന്നു. ആ സുഗന്ധം ഏറ്റ സുഗ്രീവന് ബോധം തിരിച്ചു കിട്ടി. ഒരു നിമിഷം കുംഭകർണൻ്റെ മൂക്കും ചെവിയും കടിച്ചു പറിച്ച് സുഗ്രീവൻ തിരിച്ച് ഒറ്റ ഓട്ടം. ദേ പോയി. ദേഷ്യം വന്ന കുംഭകർണൻ വീണ്ടും യുദ്ധമുഖത്തേക്ക്. ഇക്കുറി തന്നെ എതിർക്കാൻ വന്ന ലക്ഷ്മണനെ ഉപേക്ഷിച്ച് സാക്ഷാൽ ശ്രീരാമചന്ദ്രന് നേരെയായി കുംഭകർണൻ്റെ ആക്രമണം. ആ യുദ്ധമധ്യേ ഭഗവാൻ കുംഭകർണനെ വധിച്ചു. നാരദൻ അടക്കമുള്ളവർ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു.